എല്ലാവർക്കും ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ വിധു സുന്ദർ, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ദെൻ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനുമുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. സോ വി ഹാവ് മെറ്റ് എ ബോയ് ഹു വാസ് വെരി ക്ലെവർ ആൻഡ് സ്മാർട്ട്. വളരെ ക്ലെവറും സ്മാർട്ടുമായിട്ടുള്ള ഒരു ബോയിയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഹി വാസ് അൺലൈക്ക് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ്റെ സഹോദരങ്ങളെ പോലെ ഒന്നുമല്ലായിരുന്നു അവൻ. ഹിസ് ബ്രദേഴ്സ് വെയർ വെരി സ്ട്രോങ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് യൂസ്ഡ് ടു ഹെൽപ്പ് ദെയർ മദർ. അല്ലെ, അപ്പം അവൻ്റെ സഹോദരൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ഹി ഹെൽപ്ഡ് ഹിസ് ഫാദർ ഇൻ ഫാമിംഗ്. അവരുടെ അച്ഛനെ ചെറുപ്പം മുതൽ തന്നെ ഫാമിങ്ങിൽ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഹിസ് സിസ്റ്റേഴ്സ് they helped their mother in home affairs. വീട്ടുകാര്യങ്ങളിലെല്ലാം അവരുടെ സിസ്റ്റർ അവരുടെ വീട്ടിലുള്ളവരെ സഹായിച്ചിരുന്നു. ബട്ട് the boy was not like them. The boy was very weak and small. ഈ ബോയ് അവരുടെ കൂട്ടൊന്നുമല്ലായിരുന്നു. He was very weak and small and he was very clever. So the parents thought to make him an acolyte. So for making him an acolyte, they visited the nearest temple and they pleaded to the priest whether they could make him they requested the priest to make him an acolyte. The priest asked some intelligent questions, and the boy was so smart, so he could answer that questions very simply. And the priest appointed him as his acolyte and promised to teach him all that a priest could know. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പ്രീസ്റ്റിനോട് ചെന്ന് പറഞ്ഞു അവനെ ഒരു അക്കലൈറ്റ് അയക്കുകയും അതുപോലെ തന്നെ അവന് പ്രീസ്റ്റ് ആകാൻ വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രീസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. അവൻ്റെ ഉത്തരങ്ങൾ കേട്ടപ്പോൾ തന്നെ പ്രീസ്റ്റിന് അവനെ ആക്വലൈറ്റ് ആക്കാൻ തോന്നി. അങ്ങനെ അവനെ ആക്വലൈറ്റ് ആക്കാൻ തീരുമാനിച്ചു. ദെൻ വി ഹാവ് സീൻ അബൌട്ട് ഹിസ് ഹാബിറ്റ്. അപ്പോൾ നമുക്ക് അവൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വാട്ട് വാസ് ഹിസ് ഹാബിറ്റ്? he has an habit of drawing cats. അല്ലെ, അവൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യും? പൂച്ചകളെ വരച്ചു വെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ബോയ്ക്ക് ഉണ്ടായിരുന്നു. So we have discussed till there. Now we can continue the lesson. Please look at your textbooks. Whenever he found himself alone, he drew cats. He drew them on the margins of the priest's books, and on all the screens of the temple, and on the walls, and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he could not really help it. He had what is called the genius of an artist. And just for the reason he was not quite fit to be an acolyte. A good acolyte should study books. Whenever he found himself alone, he drew cats. അപ്പോൾ അവൻ എപ്പോഴും അവൻ ഒറ്റയ്ക്കിരിക്കുന്നു തോന്നിയാൽ അവൻ എന്ത് ചെയ്യും? അവൻ പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. He drew them on the margins of the priest's books and on all the screens of the temples and on the walls and on the pillars. So he tried to draw cats in the priest's books margins of the priest's book and on all the screens of the temple and on the walls and on the pillars. അപ്പോൾ അവന് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇന്നടമൊന്നുമില്ല, അവൻ എല്ലായിടത്തും എന്ത് ചെയ്യും? പടം വരച്ചു വെക്കും. എവിടൊക്കെയായിരുന്നു അവൻ പടം വരച്ചു വെക്കുന്നത്? ഹി ഡ്രോസ് ഓൺ ദ മാർജിൻസ് ഓഫ് പ്രീസ്റ്റിന്റെ ബുക്കിന്റെ മാർജിനിൽ വരച്ചു വെക്കും. ദെൻ ഓൺ ഓൾ സ്ക്രീൻസ് ഓൺ ദ ടെമ്പിളിലെ സ്ക്രീനുകളിലെല്ലാം വരച്ചു വെക്കും. അതുപോലെ തന്നെ ഓൺ ദ പില്ലേഴ്സ് ഓഫ് ദ ടെമ്പിൾസ്, ആ ടെമ്പിൾസിലുള്ള പില്ലറുകളിൽ വരയ്ക്കും. ആൻഡ് ഓൺ ദ വാൾസ് എവരിവെയർ. Whenever he found himself alone, he will draw cats wherever he want to. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാതെ അവന് ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അവൻ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യും? ക്യാറ്റ്സിനെ വരച്ചു വെക്കും. Several times the priest told him this was not right, but he did not stop drawing cats. അപ്പോൾ ഒരുപാട് വട്ടം അവനെ എന്ത് ചെയ്തു? The priest told him not to draw cats. ഒരുപാട് വട്ടം പ്രീസ്റ്റ് അവനോട് പറഞ്ഞു എന്താണ്? പടമൊന്നും don't draw cats എന്ന് അവനോട് പറഞ്ഞു. ബട്ട് he did not stop drawing cats. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അതൊരിക്കലും നിർത്താൻ പറ്റിയില്ല. He drew them because he could not really help it. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books.
അവന് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നിർത്താൻ പറ്റില്ല. കാരണം അവന് ആ ഉള്ളിൽ നിന്ന് വരുന്നതാ എനിക്ക് വരയ്ക്കണമെന്നുള്ള ഒരു തോന്നൽ വരുന്നതാണ്. സോ ഹി വാസ് നോട്ട് ഫിറ്റ് ടു ബി ആൻ ആക്വലൈറ്റ്. അവൻ ഒരിക്കലും ഒരു ആക്വലൈറ്റ് ആവാൻ എന്താണ് ഫിറ്റ് അല്ല. കാരണം എന്താ, ആൻ ആക്വലൈറ്റ്, എ ഗുഡ് ആക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. എപ്പോഴും ഒരു ഗുഡ് ആക്വലൈറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം? ആ ബുക്കൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ആക്വലൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും പടം വരച്ചുകൊണ്ട് നടക്കുന്ന ഒരുവനെ നമുക്ക് ആരായിട്ട് കൂട്ടാൻ പറ്റും? ആക്വലൈറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. സോ ഹി വാസ് നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ് ഓഫ് ആൻ ആക്വലൈറ്റ്. One day, after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now, let me give you a last piece of advice and be sure you never forget it. Avoid large places at night, keep to small." So one day what happened? One day after he had drawn some pictures of a cats on the clever pictures of cats upon a paper screen of the temple. ആ ടെമ്പിളിലുള്ള ഒരു പേപ്പർ സ്ക്രീനിൽ എന്ത് ചെയ്തു? അവൻ ഈ പടങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ the priest called him. And the priest said to him severely. What do you mean by severely? Seriously. Severely means what? Seriously. And the priest told him seriously that, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist." So, what did the priest said? The priest told him that you won't become a good priest, and you will become a great artist if you draw like that. So, you have to leave this temple. അപ്പോൾ എന്നോട് എന്ത് പറഞ്ഞു? ഇങ്ങനെ നീ പടം വരച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നീ ഒരിക്കലും എന്താകില്ല, ഒരു നല്ല ആക്വലൈറ്റ് അല്ലെങ്കിൽ ഒരു നല്ല പ്രീസ്റ്റ് ആകില്ല. നീ എന്ത് ചെയ്യും? നിനക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്. സോ യു ക്യാൻ ബിക്കം ആൻ ആർട്ടിസ്റ്റ്. സോ യു ഹാവ് ടു ലീവ് ദിസ് ടെമ്പിൾ. നീ അമ്പലം വിട്ട് എന്ത് ചെയ്യണം? പോകണം എന്ന് പറഞ്ഞു. Now let me give you a last piece of advice and be sure you never forget it. Avoid large places at night, keep to small. Then the priest gave the boy an advice. അല്ലേ? ആ പോകാൻ നേരം എന്തേ പറഞ്ഞു? ഞാൻ നിനക്ക് അവസാനമായിട്ട് നിനക്കൊരു അഡ്വൈസ് തരാം. ആൻഡ് യു ഷുഡ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നീ എപ്പോഴും ഇത് മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഹിസ് അഡ്വൈസ്? വാട്ട് വാസ് ഹിസ് അഡ്വൈസ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മാൾ. രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുക? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇരിക്കുക എന്നതായിരുന്നു ആരുടെ അഡ്വൈസ്? ദ പ്രീസ്റ്റ് അഡ്വൈസ്. The boy did not know what the priest meant by saying, "Avoid large places, keep to small." He thought and thought while he was trying up his little bundle of clothes to go away, but he could not understand those words, and he was afraid to speak to the priest anymore, except to say goodbye. Then the boy did not understand what was the advice. അപ്പോൾ ബോയ്ക്ക് എന്ത് ചെയ്തില്ല? ഈ അഡ്വൈസ് എന്താണ് ഈ നമ്മുടെ പ്രീസ്റ്റ് എന്നോട് പറഞ്ഞത് എന്ന് നമ്മുടെ ബോയ്ക്ക് എന്ത് ചെയ്തില്ല? മനസ്സിലായില്ല. സോ ഹി വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ് ആഫ്റ്റർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ ഒരുപാട് വട്ടം അവൻ എന്ത് ചെയ്യുക? ചിന്തിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴായിരുന്നു അവൻ ചിന്തിച്ചത്? വെൻ ഹി വാസ് പാക്കിംഗ് ഹിസ് ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അവന്റെ തുണികളൊക്കെ എന്ത് ചെയ്യുക? മടക്കി കൂട്ടി പെട്ടിക്കകത്ത് ഏറ്റുക. എന്തിനു വേണ്ടിയാ? ദ പ്രീസ്റ്റ് സെഡ് ഹിം ടു ലീവ് ദാറ്റ് പ്ലേസ്. ആ ടെമ്പിൾ വിട്ടു പോകാൻ പറഞ്ഞു. സോ ഹി വാസ് പാക്കിംഗ് ഹിസ് ബാഗ്. അവന്റെ തുണികളൊക്കെ ഒരു ബണ്ടിലാക്കി ഒരു തുണി സഞ്ചിക്കാതെ എന്ത് ചെയ്യുക? കെട്ടിപ്പെറുക്കുക. ആ സമയത്ത് അവനിങ്ങനെ ആലോചിച്ച്, എന്താണ് ഈ പ്രീസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്? കീപ് ടു ഡോണ്ട് അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അവനിങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൻ അതിന്റെ ഒന്നിനും ഉത്തരം കിട്ടിയില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. അപ്പോൾ അവനെ ആ പ്രീസ്റ്റിനോട് എന്ത് ചെയ്യുക? പ്രീസ്റ്റിനോട് പിന്നെ അവന് സംസാരിക്കാനും തോന്നിയില്ല. കാരണം ഹി വാസ് അഫ്രൈഡ്. ആ പ്രീസ്റ്റിനോട് പിന്നെ അവൻ എന്ത് ചെയ്തില്ല? ഒന്നും സംസാരിച്ചില്ല. ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. ആൻഡ് ഹി ദെൻ സ്പീക്ക് ഓൺലി ടു എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അപ്പോൾ എന്താണ്? അവസാനം ഒരു ഗുഡ് ബൈ ഒക്കെ പറയാൻ വേണ്ടി മാത്രമേ പിന്നെ അവൻ എന്ത് ചെയ്തുള്ളൂ? ആ പ്രീസ്റ്റിനോട് മിണ്ടിയുള്ളൂ. ബാക്കി വേറെ ഒന്നും പറയാൻ അവൻ എന്ത് ചെയ്തില്ല. വേറെ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാൻ അവൻ എന്ത് ചെയ്തില്ല. ഹി വാസ് അഫ്രൈഡ് ടു ആസ്ക് ദ പ്രീസ്റ്റ്. And he said goodbye to the priest and leave that temple. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at the temple.
and he made up his mind to go to them and ask them to take him for their acolyte. ഫൈനലി എന്ത് ചെയ്തു? ഫൈനലി ഹി ലെഫ്റ്റ് ദാറ്റ് ടെമ്പിൾ. അവൻ എന്ത് ചെയ്തു? അവൻ ആ ടെമ്പിൾ വിട്ടിറങ്ങി. ഹി ലെഫ്റ്റ് ദാറ്റ് ടെമ്പിൾ വെരി സോറോഫുള്ളി ആൻഡ് ബിഗൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. അപ്പോൾ അവനവിടെ വളരെ വിഷമത്തോടുകൂടി ആ അമ്പലം വിട്ടിറങ്ങുകയും അവൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അവനൊന്നും ഒരു പിടിയുമില്ലായിരുന്നു. If he went straight to home, he felt sure his father would punish him for having been disobedient to the priest. So he was sure that when he returned to his home, his father would surely punish him for being disobedient to the priest. പ്രീസ്റ്റിനോട് ഡിസൊബീഡിയന്റ് ആയി അനുസരണയില്ലാതെ പെരുമാറിയതിന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ തീർച്ചയായിട്ടും അവനെ വഴക്ക് പറയുമെന്ന് അവൻ ഉറപ്പായിരുന്നു. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? അവന് വീട്ടിലേക്ക് പോകാൻ വളരെ പേടിയായിരുന്നു. All at once he remembered that the next village 12 miles away there was a very big temple. So at once he remembered that. പെട്ടെന്ന് അവനെന്ത് ഓർമ്മ വന്നു? In the next village 12 miles away there was also a temple. അപ്പം അടുത്ത വില്ലേജിൽ ഒരു 12 മൈൽ ദൂരത്തിനപ്പുറം എന്താണ്? അവിടെ വേറെ ഒരു ടെമ്പിൾ ഉണ്ട്. He had heard that there were several priests at that temple and he made up his mind to go to them and ask them to take him for their acolyte. അപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? He decided to go to that temple and asked the priest there. He had heard that there are many priests. അവിടെ ഒരുപാട് priest ഉണ്ടെന്ന് ഇവൻ കേട്ടിരുന്നു. So he made his mind to go to that temple and ask them to make him an acolyte. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ പ്രീസ്റ്റിനോട് ചോദിച്ചിട്ട് അവനെ എന്ത് ചെയ്യാം? അവിടെ ഒരു ആക്വലൈറ്റ് ആക്കാമോ എന്ന് ചോദിക്കാം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി he went to that temple. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. Now that big temple was closed up, but the boy did not know that fact. അപ്പോൾ ഒരു സംഭവം ഒരു കുഴപ്പമുണ്ട്. എന്താണ്? that big temple was closed now. ആ വലിയ ടെമ്പിൾ എന്താണ്? ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. and the boy did not know that fact. ഈ ബോയ്ക്ക് എന്താ അറിയത്തില്ല? അടച്ചിട്ടിരിക്കുന്ന കാര്യമൊന്നും ഈ നമ്മുടെ ബോയ്ക്ക് അറിയത്തില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. അപ്പോൾ ഇത് അടച്ചിടാനും ഒരു കാരണമുണ്ട്. വാട്ട് വാസ് ദ റീസൺ? എ ഗോബ്ലിൻ ഹാസ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ്. ഒരു ഗോബ്ലിൻ എന്ത് ചെയ്തു? ഈ പ്രീസ്റ്റിനെ, അവിടുത്തെ പ്രീസ്റ്റിനെ ഭയപ്പെടുത്തി ഓടിച്ചു. ആൻഡ് ടേക്ക് ദ പൊസഷൻ ഓഫ് ദ ടെമ്പിൾ. അപ്പോൾ ഒരു ഗോബ്ലിൻ ഈ പ്രീസ്റ്റിനെ എല്ലാം ഓടിച്ചിട്ട് എന്ത് ചെയ്തു? ആ ടെമ്പിൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുക. വാട്ട് ഡു യു മീൻ ബൈ എ ഗോബ്ലിൻ? എന്താണ് ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഗോബ്ലിൻ? ഗോബ്ലിൻ എന്താണ്? ഒരു ഭീകരമായ ഒരു വളരെ വൃത്തികെട്ട വളരെ ഭീകരമായ ഒരു ക്രീച്ചർ. ആ ക്രീച്ചർ എന്ത് ചെയ്തു? ആ ക്രീച്ചർ വന്ന് അവിടുത്തെ നമ്മൾ പഴയ കഥകളിലൊക്കെ കേൾക്കത്തില്ലേ? ഭീകര സത്തം വന്ന് എല്ലാവരും ഓടിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഭീകര സത്തം വന്നിട്ട് എന്താണ്? അവരെല്ലാം ഓടിച്ചു കളഞ്ഞു. ആ പ്രീസ്റ്റിനെ എല്ലാം അവിടുന്ന് എന്ത് ചെയ്തു? ആ പ്രീസ്റ്റിനെല്ലാം അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. ആൻഡ് ടേക്ക് ദ പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ. എന്നിട്ട് ആ ടെമ്പിൾ എന്ത് ചെയ്തു? കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ആ ടെമ്പിളിന്റെ അധികാരം മൊത്തം ആരേറ്റിരിക്കുകയാണ്? ദ ഗോബ്ലിൻ റാറ്റ്. എ ഗോബ്ലിൻ, ഒരു ചെറിയ ഒരു കുള്ളനെ പോലെ ഇരിക്കുന്ന വളരെ ഭീകരമായ ഒരു സത്തം എന്ത് ചെയ്തിരിക്കുകയാണ്? ഇതിനെ ഏറ്റെടുത്തിരിക്കും. ടെമ്പിൾ അവർ പ്രീസ്റ്റിനെ എല്ലാം ഓടിച്ചിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. Some brave warriors had afterward gone to temple at night to kill the goblin, but they had never been seen alive again. അപ്പോൾ ഈ ഗോബ്ലിനെ പിടിക്കാനായിട്ട് some brave warriors gone to that temple to catch this goblin. ഈ ഗോബ്ലിനെ പിടിക്കാനായിട്ട് അവിടെ കുറച്ച് ധൈര്യവാന്മാരായ വാരിയേഴ്സ്, ഫൈറ്റേഴ്സ് എന്ത് ചെയ്തു? ആ യോദ്ധാക്കൾ അവിടെ ചെന്നു. ബട്ട് that warriors were not seen alive again. പോയ ആൾക്കാരും പിന്നെന്തല്ല ജീവനോടുകൂടി കണ്ടിട്ടില്ല. സോ ഇറ്റ് വാസ് എ വെരി ഫ്രൈറ്റനിങ് ഗോബ്ലിൻ. എല്ലാവരും പേടിപ്പിക്കുന്ന വളരെ ഭീകരമായ ഒരു ഗോബ്ലിൻ ആയിരുന്നു. ദ ബോയ് വാസ് നോട്ട് അവെയർ ഓഫ് ദിസ് ഫാക്ട്. ബോയ്ക്ക് ഈ കാര്യങ്ങളും എല്ലാം അറിയാവും, ഒന്നും അറിയത്തില്ല. ഹി വെന്റ് ടു ദ ടെമ്പിൾ. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. Nobody had told him about all these facts. അവനോട് ആരും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല.
സോ ഹി walked all the way to that temple. അവൻ എന്ത് ചെയ്തു, അവിടേക്ക് നടന്നു പോയി. എന്നിട്ട് എന്ത് വിചാരത്തിലാ, അവിടെയുള്ള പ്രീസ്റ്റുകൾ എന്നെ സ്നേഹത്തോടുകൂടി അവിടെ ട്രീറ്റ് ചെയ്യും എന്നുള്ളൊരു വിചാരത്തോടുകൂടി ഇവൻ എവിടെ ചെന്നു, ഇവൻ ആ ടെമ്പിളിലേക്ക് നടന്നു പോവുകയാണ്. Unaware of the fact about the goblin, the boy is walking to that temple. ഇനി എന്ത് സംഭവിക്കും? Will the goblin kill this boy? ഈ ബോയിയെ ആ ഗോബ്ലിൻ കൊന്നു കളയുമോ? So for that, for knowing about the fact, we can meet in the next video. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, I am signing out. Thanks.